അസ്സലാമു അലൈക്കും. ഈ വീഡിയോ കാണുന്ന ബാക്കി എല്ലാ ആളുകൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ അഭിവാദനങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഉണ്ടാക്കുന്നത്, സഹോദരന്മാരെ, ഞാനിപ്പോൾ ഇന്നലെ ഞാനൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ ഇട്ടതിനോട് കൂടി തന്നെ അതിനും ഒരുപാട് കമൻറ്റ് ബോക്സിലൊക്കെ എന്നെ തെറിയൊക്കെ പറയുന്ന സംഭവമൊക്കെ ഉണ്ട്. അതൊക്കെ പോട്ടെ. പക്ഷേ ഞാനിപ്പോൾ ഇന്നൊക്കെ കണ്ടപ്പോൾ ഒരുപാട് വീഡിയോ ഞാൻ കാണാൻ ഇടയായി. ആ വീഡിയോ ഒക്കെ കാണുമ്പോൾ ചില പള്ളിയിലെ അച്ഛന്മാരും മറ്റു ചില രാഷ്ട്രീയ പാർട്ടിക്കാരും ഈ തട്ടത്തിൻ്റെ പ്രശ്നം, ആ ക്രിസ്ത്യൻ സ്കൂളിൽ തട്ടുമായിട്ടുണ്ടായ പ്രശ്നം അതൊരു മതവൽക്കരിച്ചുകൊണ്ട് അതൊരു മതത്തിൻ്റെ സ്പർദ്ധ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നും അതിനെ വർഗീയപരമായി ചിന്തിക്കാനും രാജ്യത്തിൽ വർഗീയകലാപം പോലത്തെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് മുസ്ലിങ്ങളെ ആക്ഷേപിക്കാൻ നീങ്ങുന്നത്. മുസ്ലിങ്ങളാണ് ഇതിൻ്റെ കാരണക്കാർ. അപ്പോൾ എനിക്ക് പറയാണ്ടെങ്കിൽ ഈ വർഗീയം പറഞ്ഞിട്ടൊരാൾ വിട്ടാൽ അതിന് തിരിച്ചിട്ട് മറുപടി പറയുമ്പോൾ അത് വർഗീയമാകുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഈ വർഗീയം പറയുന്ന സാധനമുണ്ട്. ഏതായാലും നമുക്ക് എന്തൊക്കെ അറിയാം. അതേപോലത്തെ വെള്ള വസ്ത്രം ധരിച്ച് ഈ ക്രിസ്ത്യൻ സമുദായത്തിന് നിയന്ത്രിക്കുന്ന മനുഷ്യൻ പറഞ്ഞത്, നമ്മളെ അതേ സമുദായത്തിൽപ്പെട്ട തന്നെ ഈ കന്യാസ്ത്രീകൾ, ഈ സമുദായത്തിൽ നല്ലവരുമുണ്ട്, കന്യാസ്ത്രീകളുമുണ്ട്, ഫാദർമാരുണ്ട്, ഒക്കെ ഉണ്ട്. ഇല്ലാന്നല്ല ഞങ്ങൾ പറയുന്നത്. ചിലപ്പോൾ ചില ആൾ പറഞ്ഞിട്ട് അതിന് പറയേണ്ട സാഹചര്യം ഉണ്ടാക്കുന്നതെന്നില്ല യാഥാർത്ഥ്യം. ഏതായാലും ഒരു ഫാദറച്ച പറഞ്ഞത് നമ്മളെ കന്യാസ്ത്രീകൾ പറയുന്നത് നിങ്ങൾ കേൾക്ക്. നർക്കോട്ടിക് ജിഹാദിനെ കുറിച്ച് പറഞ്ഞു. അത് പല മെത്രാൻ ബിഷപ്പ് ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞ കാര്യങ്ങൾ സത്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വർഗീയത വിതയ്ക്കുന്ന രീതിയിലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നടത്തിയത്. പ്രത്യേകിച്ച് അച്ഛൻ അതിനകത്ത് പറഞ്ഞു, നിങ്ങൾ മുസ്ലിം സമുദായത്തിൽപ്പെട്ട വ്യക്തികളുടെ കയ്യിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുവോ, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊന്നും വാങ്ങരുത്. പിന്നെ അവരുടെ ഓട്ടോറിക്ഷയിൽ കയറരുത്, അവരുടെ വണ്ടി വിളിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ പറഞ്ഞു, മുസ്ലിംസ് ഒത്തിരി പെറ്റുപെരുകയാണ്. അത് ശരിക്കും ഈ പൂച്ചയും മുയലും ഒക്കെ പെറ്റുപെരുകുന്നത് പോലെ ഇങ്ങനെ പെറ്റുപെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെ തടയണം. ഇപ്പം ക്രിസ്ത്യൻ ആയിട്ടുള്ള പലർക്കും കുട്ടികൾ ഉണ്ടാകാതിരിക്കുന്നത് പോലും പല മരുന്നുകളും ഇവർ കൊടുക്കുന്നത് കൊണ്ടാണ് അവർക്ക് കുട്ടികൾ പോലും ഉണ്ടാകാതിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളൊരു പ്രസംഗമായിരുന്നു അച്ഛൻ്റെ ഇന്നത്തെ പ്രസംഗം. അത് ഇന്ന് മാത്രമല്ല, ഇതിന് മുമ്പും ലവ് ജിഹാദ് എന്നുള്ള ആ ഒരു പ്രശ്നം പുറത്തു വന്നപ്പോഴത്തേനും അച്ഛൻ അന്നേരവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരെ അവഹേളിച്ചുകൊണ്ട് കുറെ സംസാരിച്ചു. അന്ന് ഞങ്ങൾ സാരമില്ല പോട്ടേന്ന് വെച്ചു. പിന്നീട് ഈശോ എന്ന സിനിമ അങ്ങനെ എന്തോ ഉണ്ടല്ലോ, അപ്പം അതിനെക്കുറിച്ചും ഇങ്ങനെ പറഞ്ഞു. അന്നേരവും അവഹേളിച്ചുകൊണ്ട് സംസാരിച്ചു. അപ്പം ഇന്ന് ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് പ്രതികരിക്കാതിരിക്കാൻ പറ്റിയില്ല. അതിന് കുർബാനയുടെ ഇടയ്ക്ക് തന്നെ ഈ പ്രസംഗത്തിൻ്റെ സമയത്ത് തന്നെ അച്ഛനിത് പറഞ്ഞപ്പം ഞങ്ങളത് പ്രതികരിച്ചു. ഇവിടെ സംസാരിക്കാൻ പറ്റില്ല, വർഗീയത വിളമ്പുന്ന ഒരു പ്രസംഗം ഈ ഇവിടുത്തെ മഠത്തിലെ ചാപ്പലിൽ തന്നെയാണ്, ഈ ചാപ്പലിൽ അത് നടത്താൻ പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു. ഞങ്ങൾ രണ്ടുപേര് പ്രതിഷേധാർത്ഥം ഞങ്ങൾ ചാപ്പലിൽ നിന്ന് കുർബാന കൂടാതെ ഇറങ്ങിപ്പോവുകയും ചെയ്തു. കന്യാസ്ത്രീകൾ മാത്രമായിരുന്നു ഈ കുർബാനയിൽ പങ്കെടുത്തത്. കണ്ടില്ലേ, എവിടെയാണ് ആരാണ് വർഗം പറയുന്നത്? മുസ്ലിങ്ങൾ പെറ്റുകൂട്ടുന്നത്, പൂച്ച പെറ്റു, എന്താണ് ആ അഭിസംബോധന ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കിക്കോളും. ആരെ പറ്റില്ലാന്ന് പറയുന്നത്? ഈ പറഞ്ഞവൻ്റെ ആരെയും ചെലവിൽ ഞങ്ങൾ മക്കളൊന്നും പോറ്റുന്നില്ല. പൂച്ച പ്രസവിക്കുന്ന ആൾക്ക് പ്രസവിക്കുന്നത് എന്തൊക്കെയാണെന്ന് പറയുന്നത്. ഇതിനൊക്കെ മറുപടി പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഈ ഞങ്ങൾ എന്തെന്ന് നിങ്ങൾ വിചാരിച്ചിട്ടുണ്ട്. പൂച്ച പ്രസവിക്കുന്ന ആൾക്കല്ല, എൻ്റെ പൂച്ച ഛർദ്ദിക്കുന്ന ആൾക്ക് ഞങ്ങൾ മക്കളെ ഉണ്ടാക്കും. നിൻ്റെ ചെലവിലൊന്നല്ലാന്ന് നമുക്കിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഇത് കേട്ട് വെക്കില്ല. ഇപ്പോൾ ആരാന്ന് വർഗം പറയുന്നുള്ളത്? ഈ മാതിരി ഏതെങ്കിലും ഞങ്ങളൊരു തൊപ്പി വെച്ച മുസ്ലിം വർഗം പറഞ്ഞാൽ ഞങ്ങൾ അപ്പം അത് ചവിട്ടിപ്പുറത്താക്കും. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ തെളിയിക്കാൻ പറ്റുമോ ഇങ്ങനെ പറയുന്നത്? അപ്പോൾ വർഗീയം എന്ന് പറയുന്നത് ഇതാണ്. അതില്ലാതെ നിങ്ങൾ തന്നെ വർഗീയം പറഞ്ഞിട്ടായിട്ട് വർഗീയം പറയുന്നതും. അതുപോലെ തന്നെ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മന്ത്രി കൃഷ്ണൻകുട്ടി
തീവ്രവാദികൾക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്നും ഒക്കെ പറയുമ്പോൾ ഈ ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടന എങ്ങനെ നിലനിൽക്കേണ്ടത്, അത് എങ്ങനെ നിലനിർത്തണമെന്ന് നിങ്ങൾ പറയുന്നത്? അല്ലെങ്കിൽ വർഗീയം എന്ന് പറയുന്നത് എന്താണ്? ഞങ്ങൾ എതിർക്കുന്നത് വർഗീയം, നിങ്ങൾ പറയുന്നത് വർഗീയമല്ലാണ്. ഏതായാലും നമ്മൾക്ക് ഈ കന്യാസ്ത്രീകളെ കണ്ടപ്പോൾ നല്ലവരെ ആളുകളുണ്ട് നമ്മൾ മനസ്സിലായല്ലോ. അപ്പോൾ മുസ്ലിങ്ങളല്ല ഇവിടെ വർഗീയം ഉണ്ടാക്കുന്നതെന്ന് മനസ്സിലാക്കണം. പിന്നെ നമുക്ക് ചെയ്ത് ഈ ഇന്ന് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയെ മനസ്സിലാക്കാൻ ഒരുപാടുണ്ട്. ഏതായാലും നമ്മുടെ ബഹുമാനപ്പെട്ട അബ്ദുൽ സമദ് പോക്കുട്ടൂർ പിന്നെ പ്രസംഗിക്കുന്ന ഒരു പ്രസംഗമുണ്ട്, അതൊന്ന് ദയവായിട്ട് എല്ലാവർക്കും കേൾക്കുക. കേട്ടെങ്കിലും തരിക, എല്ലാവർക്കും നല്ലതാണ്, ഒരുപാട് മനസ്സിലാക്കാനുണ്ട്. കൂടുതൽ നമുക്ക് ചർച്ച ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് കേട്ടു നോക്ക്. പള്ളുരുത്തി സെൻറ്റ് സ്കൂളിലെ വിഷയമാണ്. ഈ വിഷയത്തിൽ ഹിജാബും അതുപോലെ തന്നെ ഈ ഉത്തരീയവും അഥവാ നമ്മൾ ഹെഡ്സ്കാഫ് എന്ന് പറയുന്ന സാധനം രണ്ടാണ്. അല്ലെങ്കിൽ നിക്കാബ് അത് വേറെയാണ്. ഹിജാബ് എന്ന് പറയുമ്പോൾ പൂർണ്ണമായ മൂടുപടം നമ്മുടെ പർദ്ദ പോലെ ഉള്ളത്. നിക്കാബ് എന്ന് പറയുന്നത് മുഖം മറക്കുന്നത്. നേരെ വെച്ച് ഇവിടെ വിഷയം തലയിലിടുന്ന നമ്മൾ ഹെഡ്സ്കാഫ് എന്ന് പറയുന്ന സാധനമാണ്. ഹെഡ്സ്കാഫ് എന്നോട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഉത്തരീയം എന്ന് പറയുന്ന തട്ടമാണ്. ഒരു സ്കൂളിൻ്റെ നിയമം അനുസരിച്ച് ആ സ്കൂളിന് യൂണിഫോം നടപ്പാക്കാനുള്ള അധികാരമുണ്ട്. പല സ്കൂളിലും നടപ്പാക്കി വരുന്നുണ്ട്. സ്വാഭാവികമായും ഈ യൂണിഫോമിനെ തന്നെ എതിർക്കുന്ന ആളുകളുണ്ട്. അത് മനുഷ്യത്വ വിരുദ്ധമാണെന്നും വസ്ത്ര സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാണെന്നും ഒക്കെ പറയുന്ന ആളുകളുണ്ട്. അത് നമ്മുടെ മുമ്പിൽ ഇപ്പോൾ ചർച്ചയല്ല. മറിച്ച് സ്കൂളിൻ്റെ ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ സ്വാഭാവികമായി ഏത് സ്കൂളും ഉണ്ടാവും. പലരും അത് പരിശോധിച്ചു, മാധ്യമങ്ങളിൽ വന്നു. ഡയറിയിൽ പറഞ്ഞ കാര്യങ്ങൾ പാലിക്കണമെന്നാണ് സ്കൂൾ പറഞ്ഞത്. ആ ഡയറിയിൽ ഇങ്ങനെ തലയിൽ തട്ടമിടരുത് എന്ന് പറഞ്ഞിട്ടില്ല. സ്കൂളിൻ്റെ യൂണിഫോം കുട്ടികൾ ധരിക്കണം എന്ന നിർബന്ധമേ അതിൽ പറഞ്ഞുള്ളൂ. അതേസമയത്ത് ഇന്ന കളറിലുള്ള ഒരു ഹെഡ്സ്കാഫ് ധരിക്കണമെന്ന് പറയാൻ ആർക്കും അധികാരമുണ്ട്. കാരണം യൂണിഫോമിൽ കാത്തു സൂക്ഷിക്കുന്നതിന് വേണ്ടി ഇന്ന കളറിലുള്ളതായിരിക്കണം നിങ്ങളെ തലയിൽ തട്ടമെന്ന് പറയാമെന്നല്ലാതെ അത് ധരിക്കരുത് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാ അവകാശത്തെ ഹനിക്കലായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ച് ഓരോ സമുദായത്തിനും അവരുടേതായ മതപരമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. ആ ആചാരാനുഷ്ഠാനങ്ങളെ അനുവദിച്ചു കൊടുക്കുന്ന ഭരണഘടനാ രേഖയാണ് നമ്മുടെ ആർട്ടിക്കിൾ 25 വ്യക്തമായി സൂചിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പറ്റില്ല എന്ന് പറയാനാകില്ലല്ലോ. പക്ഷേ ഈ വിഷയം ഒരു വർഗീയമായി കാണേണ്ടതോ അതല്ലെങ്കിൽ കേരളത്തിൽ വരാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി ഒരു ഇലക്ഷനിലുള്ള ഒരു പോളറൈസേഷൻ ആരെങ്കിലും ആഗ്രഹിച്ചുകൊണ്ട് നടത്തുന്നതാണെങ്കിൽ അതിലാരും വീണ് പോകരുത്. മറിച്ച് ഇത് മതവിശ്വാസികളുടെ അവകാശത്തെ ഹനിക്കുന്ന പ്രവർത്തനമായി തന്നെ നമുക്ക് കാണേണ്ടിയും വരും. പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ പ്രതികരിച്ച ആളുകൾ നിങ്ങൾ പരിശോധിച്ചാൽ മുസ്ലിങ്ങളല്ല ആദ്യമായി ഇതിൽ പ്രതികരിക്കാൻ വന്ന ആളുകൾ. പ്രത്യേകിച്ച് ഇതിൽ ഏറ്റവും മുന്നിൽ നിന്നത് ദലിത് ആക്ടിവിസ്റ്റുകളാണ്. അവരോട് നമുക്ക് നന്ദിയുണ്ട്. അവർ ഇതൊരു ഭരണഘടനാ പ്രശ്നമായും ഒരു മതത്തിൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായും കൃത്യമായി എടുത്തു ധരിച്ചുകൊണ്ട് സംസാരിക്കുകയും അവർ ഇടപെടുകയും ചെയ്തു. ആ ദലിത് ആക്ടിവിസ്റ്റുകൾ ഈ കാര്യം കൃത്യമായി കൈകാര്യം ചെയ്തിട്ടുണ്ട്. അവരോട് നന്ദി പറയണം. മറ്റൊന്ന് യുഹന്നാസ് മാർ മിലിത്യോസ്. അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്ഭനായ പാതിരിയാണ്. ക്രൈസ്തവ സഭയുടെ ഉന്നതനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഒരു വിഭാഗത്തിൻ്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട്. അതിന് മറ്റൊന്ന് യുഹന്നാസ് മാർ മിലിത്യോസ്. അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശബ്ദിച്ച ഒരു പ്രഗത്ഭനായ പാതിരിയാണ്. ക്രൈസ്തവ സഭയുടെ ഉന്നതനായ വ്യക്തിയാണ് അദ്ദേഹം. ഒരു വിഭാഗത്തിൻ്റെ വ്യക്തിയാണെങ്കിലും അദ്ദേഹം പലപ്പോഴും നീതിക്കൊപ്പം നിന്ന് ശക്തമായി പൊരുതിയിട്ടുണ്ട്. അതിൻ്റെ വാക്കുകൾ വളരെ മൂർച്ചയുള്ളതാണ്. കാരണം അദ്ദേഹം പറഞ്ഞത് ന്യായമാണ്. കാരണം അധ്യാപകർക്കില്ലാത്ത നിബന്ധന എന്തിന് കുട്ടികൾക്ക് കൽപ്പിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. മറ്റൊന്ന് നിങ്ങൾക്കൊക്കെ അറിയാം, ഇതുപോലെ ഹെസ്കാഫ് ധരിച്ച അഥവാ തലയിൽ ശരിക്ക് ഒരു തട്ടമിട്ട മക്കന പോലെയുള്ള മുസ്ലിങ്ങൾ പറയുന്ന ഈ മക്കന എന്ന് പറയുന്നത് പോലെയുള്ള സാധനം ഇട്ട ഒരു അധ്യാപികയാണ് ഈ കാര്യം മീഡിയകളോട് പറയുന്നതും കുട്ടികളോട് പറയുന്നതും രക്ഷിതാക്കളോട് പറയുന്നതും. അവരത് ധരിച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൽ ഏറ്റവും വലിയ വിരോധാഭാസം. അവർക്കത് ധരിക്കാം, പക്ഷേ കുട്ടികൾക്കതാവില്ല. ഇവിടെ നേരത്തെ ഇത് ഇന്ത്യയിൽ പല സംസ്ഥാനങ്ങളിലും വിവാദമായിട്ടുണ്ട്. നമ്മുടെ അയൽസംസ്ഥാനമായ കർണാടകയിൽ ഗവൺമെന്റ് തന്നെ BJP ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയത്ത് ഔദ്യോഗികമായി ആ ഗവൺമെന്റ് സ്കൂളുകളിൽ കുട്ടികൾ ഈ രീതിയിൽ തട്ടമിട്ട് വരരുത് എന്ന് പറഞ്ഞു. അത് ഹൈക്കോടതിയിൽ പോയി, പിന്നെ സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി ജഡ്ജിമാർ രണ്ട് അഭിപ്രായങ്ങൾ പറഞ്ഞു. ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഇന്ത്യയിൽ നിലനിൽക്കുന്നുണ്ട്. നിയമജ്ഞരൊക്കെ പറയുന്നത് ഇത് മതസ്വാതന്ത്ര്യത്തിന്റെ ഭാഗമാണ്. ആർട്ടിക്കിൾ 25 അനുസരിച്ചുകൊണ്ട് അവർക്ക് അവരുടേതായ മതവിശ്വാസം കാത്തു സൂക്ഷിക്കാൻ അർഹതയുണ്ട് എന്നാണ്. ഇതിന് ഒരു പ്രത്യേകമായ വ്യാഖ്യാനം കൂടി നമ്മൾ നൽകേണ്ടതുണ്ട്. കോടതി നൽകിയിട്ടുണ്ട്. നിങ്ങൾക്കൊക്കെ അറിയാവുന്നതുപോലെ, പൊതുസമൂഹത്തിന് അറിയാവുന്ന പോലെ എന്തെങ്കിലും ഒരാൾ ഒരു ഗുരുത്തക്കേട് കാണിച്ച് അല്ലെങ്കിൽ ഒരു നിയമം ലംഘിച്ച് അതിന്റെ മതത്തിന്റെ അവകാശമാണ് എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അതിനൊരിക്കലും അനുമതി കൊടുക്കാൻ പാടില്ല. ഓരോ വിഭാഗത്തിന്റെയും മതപരമായ പശ്ചാത്തലം വെച്ചുകൊണ്ട് അവർക്ക് എന്തും ചെയ്യാനൊന്നും ഇന്ത്യയിൽ അധികാരമില്ല. അതുകൊണ്ടാണ് ഈ വിഷയത്തെ കോടതി വ്യാഖ്യാനിച്ചുകൊണ്ട് ERP എന്ന് പറയുന്ന കൃത്യമായ ഒരു മാർഗ്ഗരേഖ പുറപ്പെടുവിച്ചിട്ടുണ്ട്. എല്ലാവർക്കും അറിയാം, എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായി ഒരാൾക്ക് തന്റെ മതപരമായ വിശ്വാസാചാരങ്ങൾ നിലനിർത്താനുള്ള അവകാശം. അതാണ് എസൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസ്. അതവൻ നിർവഹിച്ചേ പറ്റൂ. ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ ഇസ്ലാമിൽ വിശ്വസിക്കുന്ന പെണ്ണാണെങ്കിൽ അവൾക്ക് തട്ടമിട്ടേ പറ്റൂ. അത് മതത്തിന്റെ നിയമമാണ്. ലംഘിക്കുന്നവരെ കുറിച്ചുള്ള ചർച്ച വേറെ. മദ്യപിക്കുന്ന മുസ്ലിങ്ങളുണ്ടാകും, നമസ്കരിക്കാത്ത മുസ്ലിങ്ങളുണ്ടാകും, അവർ മുസ്ലിമായി അറിയപ്പെടും, കളവ് നടത്തുന്ന മുസ്ലിങ്ങളുണ്ടാവും. എല്ലാ മതത്തിന്റെയും നിയമങ്ങളെ പാടെ ലംഘിക്കുന്നവരും വെല്ലുവിളിക്കുന്നവരും ആ നിയമം ഞങ്ങൾ അംഗീകരിക്കില്ലെന്ന് പറയുന്നവരും ആ മതത്തിന്റെ ആളുകളായി അറിയപ്പെടുന്നുണ്ടാവും. മതത്തിന്റെ എല്ലാ ആനുകൂല്യങ്ങളും അവർ സ്വീകരിക്കുന്നുണ്ടാവും. പക്ഷേ അത് പൊതുകാര്യത്തോട് ചേർത്ത് പറയാൻ പറ്റില്ല. ഈ സ്കൂളിൽ തന്നെ കുറേ കുട്ടികൾ മുസ്ലിങ്ങൾ തട്ടമിടാതെ വരുന്നു, പെൺകുട്ടികൾ തട്ടമിടുന്നില്ല. പിന്നെ ഈ കുട്ടിക്ക് എന്ത് ചെയ്യുന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. ഈ കുട്ടി തന്നെ ആദ്യകാലത്ത് തട്ടമിട്ടിട്ടില്ല, ഇപ്പോൾ തട്ടമിടുന്നു എന്ന് പറയുമ്പോൾ ആ തട്ടത്തെക്കുറിച്ച് ആ കുട്ടിക്ക് ഒരു ബോധനം മതപണ്ഡിതന്റെ കയ്യിൽ നിന്ന് എന്താണോ ലഭിക്കുന്നത്, ആ കുട്ടി ആ മതബോധനം അനുസരിച്ചുകൊണ്ടുള്ള ഒരു ധാർമ്മികതയിലേക്ക് ഇന്ന് തിരിച്ചു വരികയാണെങ്കിൽ ആ കുട്ടിക്ക് അതനുസരിക്കാൻ അർഹതയുണ്ട്. അത് ആർട്ടിക്കിൾ 25 ഇന്ത്യയിൽ കൊടുക്കുന്ന അവകാശമല്ലേ. 2018 മുസ്താഖിന്റെ ജസ്റ്റിസ് മുസ്താഖിന്റെ ഒരു വിധിയുണ്ട് ഈ നിയമം നടപ്പാക്കാൻ അഥവാ അവരുടെ സ്ഥാപനത്തിന്റെ റൂൾ അനുസരിച്ചുകൊണ്ട് അവർക്ക് നിയമങ്ങൾ കൊണ്ടുവരാനുള്ള അർഹതയുണ്ട് എന്ന് കൃത്യമായി അദ്ദേഹം വിധിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അദ്ദേഹം മറിച്ച് വിധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മറ്റൊരു കോടതി വിധിയുണ്ട്. ഈ വിഷയത്തിൽ ഇങ്ങനെ തർക്കം വന്ന സമയത്ത് തട്ടമിടുന്നതിന് നിഷേധിക്കാൻ കഴിയില്ല, അത് അവരുടെ സ്വാതന്ത്ര്യമാണ് എന്നും അദ്ദേഹം വിധിച്ചിട്ടുണ്ട്. അതൊരു ചർച്ചാ വിഷയമാണ്. മാത്രമല്ല നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന മറ്റു നിയമങ്ങളാണ് പരിശോധിക്കേണ്ടത്. ഉദാഹരണമായി നമ്മുടെ രാജ്യത്ത് ജീവിക്കുന്ന ഒരു പ്രബല ജനവിഭാഗമാണ് ന്യൂനപക്ഷ മതത്തിൽ സിഖുകാർ.
സിഖുകാരെ സംബന്ധിച്ചുള്ള മാർക്ക് ഇപ്പോൾ ഏറ്റവും അപകടകാരിയായ ഒരു സാധനമാണ് ശരിക്കും ആയുധം എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ റൂളിൽ ശരിക്കും പറയുന്ന ഭാഗം നോക്കുന്നത് ക്യാരിങ് ദ കൃപാൻ ഈസ് എ ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ്. ലീഗലി പ്രൊട്ടക്റ്റഡ് റിലീജിയസ് റൈറ്റ് എന്നാണ് പറയുന്നത്. നിയമപരമായി അംഗീകരിക്കപ്പെട്ട മതപരമായ അവകാശമാണ് സിഖുകാർക്ക് ആയുധമായ ഈ കൃപാൻ കൊണ്ടു നടക്കാം. 4(6) ഇൻ ഇന്ത്യ അണ്ടർ ആർട്ടിക്കിൾ 25 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ ഭരണഘടനയുടെ 25-ാം വകുപ്പ് അനുസരിച്ചുകൊണ്ട് അവർക്ക് കൊണ്ടു നടക്കാൻ അർഹതയുണ്ടെന്നാണ് പറയുന്നത്. മാത്രമല്ല നമ്മുടെ മുമ്പിലൊക്കെ നമ്മൾ കാണുന്നതാണ് നമ്മുടെ സംസ്ഥാനത്തെ ഏറ്റവും സ്ട്രിക്റ്റ് ആയ വിഭാഗമാണല്ലോ സൈന്യം, പോലീസ് എന്നൊക്കെ പറയുന്നത്. അവർക്ക് കൃത്യമായ നിയമനിബന്ധനകളുണ്ട്, പ്രോട്ടോകോളുകളുണ്ട്, കർശനമായ വ്യവസ്ഥകളുണ്ട്. എന്നാൽ നമ്മുടെ പോലീസ് കാര്യത്തിൽ നിങ്ങൾ നോക്കുന്നത് ട്രാവൻകൂർ കൊച്ചിൻ പോലീസ് മാനുവൽ പെർമിറ്റ്സ് അവർ പെർമിറ്റ് ചെയ്യുന്ന എന്താ ബിയേഡ്സ് താടി വെക്കാം ഫോർ ദോസ് ഓൺ പിൽഗ്രിമേജ്. ആരെങ്കിലും പിൽഗ്രിമേജിന് പോകുമ്പോൾ ശബരിമലക്ക് പോകുമ്പോഴും അതുപോലുള്ള പ്രധാന സ്ഥാനങ്ങൾ പറയുന്നത് ഓർ ടേക്കിംഗ് വോസ് എന്ന് പറയുന്നത് ആ മതപരമായ ആചാരാനുഷ്ഠാനങ്ങൾ അവർ എടുക്കുന്ന സമയത്ത് പ്രത്യേകമായി അവർക്ക് അനുമതി വാങ്ങിയിട്ട് താടി വെക്കാം. എന്നിട്ട് പറയുന്നു എ റൂൾ ദാറ്റ് ഇസ് പ്രൊട്ടക്റ്റഡ് അണ്ടർ ദ കേരള പോലീസ് ആക്ട്. ഇത് കേരള പോലീസ് ആക്ടിൽ കൃത്യമായി രേഖപ്പെടുത്തപ്പെട്ട കാര്യമാണ്. എന്ന് പറഞ്ഞാൽ ഒരു പോലീസുകാരൻ അവന്റെ മതം അനുസരിച്ചുകൊണ്ട് ശബരിമലക്ക് പോകുമ്പോൾ താടി വെക്കാം. യഥാർത്ഥത്തിൽ അവർക്ക് മൊത്തത്തിൽ അങ്ങനെ താടി വെക്കാൻ അനുമതിയില്ല. അതുപോലെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയ വിഭാഗമാണ് സൈന്യം. നിങ്ങൾ നെറ്റിൽ പരിശോധിച്ച് നോക്കൂ, അല്ലെങ്കിൽ നമ്മുടെ നിയമവ്യവസ്ഥ പരിശോധിച്ച് നോക്കൂ. US സൈന്യം ലോകത്തെ ഏറ്റവും വലിയ സൈന്യമായി അറിയപ്പെടുന്നവരാണ്. US സൈന്യം അതുപോലെ തന്നെ ഈവൻ ഇന്ത്യയിലെ സൈനിക വിഭാഗത്തിൽ പോലും നമ്മുടെ ആർമിയിൽ പോലും അലൗഡ് ടു കീപ് ദർ ബിയേഡ്സ് ആസ് ആൻ ആർട്ടിക്കിൾ ഓഫ് ദർ ഫെയ്ത്ത് എന്നാണ്. അവരുടെ മതവിശ്വാസം അനുസരിച്ച് അവർക്ക് അത് കാത്തു സൂക്ഷിക്കാനുള്ള അർഹതയുണ്ട്. അപ്പോൾ സിഖുകാർക്ക് താടി വെക്കാൻ പട്ടാളത്തിൽ തലപ്പാവ് ധരിക്കാം. ശരിക്കും സൈന്യത്തിന്റെ ഒരു വ്യവസ്ഥ എന്ന് പറയുമ്പോൾ അവരുടെ യൂണിഫോം എന്ന് പറയുന്നത് സ്കൂളിൽ യൂണിഫോം അല്ല, യൂണിഫോം പോലെയല്ല. സ്കൂളിൽ യൂണിഫോമിന്റെ ഒരു കർശന കാര്യം അല്ലെങ്കിൽ അതിന്റെ ഒരു കൃത്യനിഷ്ഠ എത്രത്തോളം ഉണ്ടെങ്കിലും അതിനേക്കാളൊക്കെ എത്രയോ വ്യവസ്ഥാപിതമാണ് സൈന്യത്തിന്റെ യൂണിഫോം അച്ചടക്കം. ആ സൈന്യത്തിൽ പ്രത്യേകമായി താടി വെക്കുവാനും അതിലുപരി തലപ്പാവ് കിട്ടുവാനും ഒരു വിഭാഗത്തിന് അർഹത കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ്? അത് ലീഗലി പ്രൊട്ടക്റ്റഡ് ആണ്. അതിന് കാരണം അവരുടെ മതപരമായ വിശ്വാസത്തിന്റെ ഭാഗമാണത് എന്നതുകൊണ്ടാണ്. ഒരു സിഖുകാരൻ തലപ്പാവ് വെക്കുന്നത് പോലെ, ശബരിമലക്ക് പോകുന്ന ഒരു പോലീസുകാരൻ താടി വെക്കുന്നത് പോലെ, ഒരു മുസ്ലിം പെൺകുട്ടി എപ്പോഴും അവിടെ തല അന്യരിൽ നിന്ന് മറച്ചിരിക്കണം എന്നത് ഇസ്ലാമിക വ്യവസ്ഥയാണ്. ലംഘിക്കുന്നവരുണ്ടാവാം. ശബരിമലക്ക് പോകാത്ത മുസ്ലിങ്ങളുണ്ടല്ലോ, അതുപോലെ തന്നെ തലപ്പാവ് വെക്കാത്ത സിഖുകാർ ഉണ്ടാകാമല്ലോ. അപ്പോൾ തട്ടമിട്ട അധ്യാപിക എന്തുകൊണ്ട് തട്ടമിടുന്നു? അവരുടെ മതം കന്യാസ്ത്രീകൾ അങ്ങനെ വേഷം ധരിക്കണമെന്ന് പറയുന്നു. ഇനി അവരുടെ കൂട്ടത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരു പെൺകുട്ടി ഉയർന്ന് പഠിച്ച് PGയോ അല്ലെങ്കിൽ അതുപോലെ ഉയർന്ന ബിരുദമോ എടുക്കാൻ കോൺടാക്ട് ക്ലാസ്സിൽ പോയിരിക്കട്ടെ, ആ സ്ഥാപനത്തിൽ കർശനമായ നിയമം ഉണ്ടെന്നിരിക്കട്ടെ, ആ നിയമം അനുസരിച്ചുകൊണ്ട് അവൾ അവിടെ തട്ടം മാറ്റി വെക്കുമോ, പർദ്ദ പോലുള്ള അവിടെ വേഷം മാറ്റി വെക്കുമോ? അങ്ങനെ ഉദ്ദേശിച്ചാൽ അവർക്ക് അംഗീകരിക്കാൻ കഴിയുമോ? ഒരിക്കലും കഴിയില്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഇവിടെ വ്യവസ്ഥാപിതമായി നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഒരു സ്ഥാപനത്തിനും അങ്ങനെ നിയമം ഉണ്ടാക്കാൻ കഴിയില്ല, അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് വിദ്യാഭ്യാസ ചിന്തകന്മാർ പറയുന്നത്. അതുകൊണ്ടാണല്ലോ DD അന്വേഷിച്ച് അവർ ചെയ്ത് തെറ്റാണ്, കുട്ടിയെ പുറത്താക്കാൻ പാടില്ല എന്ന് പറയുന്നത്. പക്ഷേ ആ പിതാവും കുട്ടിയും കാണിച്ചൊരു മാന്യതയുണ്ട്. ആ പിതാവിനെ സംബന്ധിച്ചുള്ള അദ്ദേഹം പറഞ്ഞു, മനസ്സ് എന്നെ കൊണ്ട് ഒരു പ്രശ്നം ഉണ്ടാകരുത്, എന്നെ കൊണ്ട് ഇവിടെ ഒരു വർഗീയ ചരിത്രം ഉണ്ടാവരുത്, അതുകൊണ്ട് ഞാൻ എൻ്റെ കുട്ടിയെ അവിടെ മാറ്റുകയാണ്. അപ്പോൾ പൗരാവകാശം അല്ലെങ്കിൽ മതാവകാശം എന്നതിന്റെ കേട്ടില്ലേ എന്താണ് പറഞ്ഞത്? ഇതാണ് ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യൻ്റെ ഇന്നത്തെ സാഹചര്യവും ഈ ഇന്ത്യ രാജ്യത്തിൽ ജനങ്ങൾ ജീവിച്ചു പോകേണ്ടതും. അതിൻ്റെ ഇടയിൽ ആര് എന്ത് ചെയ്താലും അത് മുസ്ലിമായ നിരക്കുള്ള, ക്രിസ്ത്യാനി നിരക്കുള്ള, ഹിന്ദുക്കളായ നിരക്കുള്ള, അത് വർഗീയം തന്നെ അല്ലെങ്കിൽ വിഭാഗീയത തന്നെ അല്ലെങ്കിൽ രാജ്യത്തിന് അപകടം തന്നെ ഒക്കെയാണ്. എന്നിട്ട് എന്തിനാണ് നിങ്ങൾ ഈ മുസ്ലിങ്ങളെ കുറ്റം പറയുന്നത്? എന്നിട്ടാണ് നിങ്ങൾ മുസ്ലിങ്ങളെ തീവ്രവാദികളാക്കുന്നത്? മുസ്ലിങ്ങളെ വർഗീയവാദികളും തീവ്രവാദികളും മതസ്പർദ്ധ ഉണ്ടാക്കുന്നവരാക്കിയിട്ട് നിങ്ങൾ മാറ്റുന്നതിന് നമുക്ക് അതിനെപ്പറ്റി അറിയുന്നില്ല. BJP-ക്കാർ മുതലെടുത്തിട്ടും പറയുന്നത് തന്നെയാണ്. അവർ പോകണമെങ്കിൽ അവർ മുസ്ലിങ്ങൾ വേറെ കെട്ടി ഇവൻ്റെ ചെലവില്ല ഞാൻ സുഖക്കാരൊക്കെ പറയുന്നത് കേൾക്കുന്നുണ്ട്. പിന്നെ മുസ്ലിയാക്കന്മാർ പോകണമെങ്കിൽ അവർ എന്ന് സ്ഥാപനം ആയിക്കോട്ടെ പൈസ ഉണ്ടല്ലോ, ഇവൻ തന്ന പൈസയാണ്. ഞങ്ങളുണ്ടാക്കിയ പൈസ കൂടി ഞങ്ങൾ ഇപ്പോൾ 1000 സ്ഥാപനം ഉണ്ടാക്കൂടോ, നിൻ്റെ സ്ഥാപനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല, നമുക്ക് അത്രേ പറയാനുള്ളൂ. അപ്പോൾ അവനൊക്കെയാണ് ഇതിനെ മുതലെടുപ്പ് നടത്തുന്നത്. അല്ലാതെ കണ്ട് ഇവിടെ സ്ഥാപനം ഉണ്ടാക്കുന്നതിനെ പറ്റി ആര് സംസാരിച്ചു, അല്ലെങ്കിൽ ഏതെങ്കിലും ക്രിസ്ത്യാനികളെ പറ്റി ആര് സംസാരിച്ചു, അല്ലെങ്കിൽ ആരെങ്കിലും ഹിന്ദുവിനെ പറ്റി സംസാരിച്ചത്? നമ്മൾ രാജ്യത്തിൻ്റെ ഭദ്രതയെ പറ്റി മാത്രമേ എല്ലാവർക്കും വേവലാതി ഉണ്ടായിട്ടുള്ളൂ. അത് ചില ആളുകൾക്കുള്ള അജണ്ട നടപ്പാക്കാൻ പറ്റാണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾ നേർക്കയിലേക്ക് വർഗീയമാക്കിയിട്ട് മാറ്റുമ്പോൾ നിങ്ങളും ചിന്തിച്ചു നോക്കും, ആരാണ് ഇവിടെ വർഗീയം ഉണ്ടാക്കുന്നത്? അങ്ങനെ വർഗീയം കാണുന്നവരാണെങ്കിൽ അവരവിടുന്ന് ഇപ്പോൾ ടി സി എടുത്ത് അവർ വീണ്ടും കൊണ്ടുപോയി ചേർത്ത് കിടയാണ്. അതേപോലത്തെ ക്രിസ്ത്യൻ സിറ്റി സ്കൂളല്ലേ, അതുപോലെ ഒരു മുസ്ലിം സിറ്റി സ്കൂളില്ലേ, അല്ലെങ്കിൽ ഹിന്ദുക്കൾ നടത്തുന്ന സ്കൂളില്ലേ, അല്ലെങ്കിൽ ഈ കേരളത്തിൽ ഗവൺമെൻറ് നടത്തുന്ന സ്കൂളില്ലേ, അവിടെ എവിടെയെങ്കിലും ചേർത്തുകൂടെയോ? അത് വിഷയം മുസ്ലിങ്ങൾക്ക് അങ്ങനത്തെ ഒന്നല്ല. നമുക്ക് ജീവിക്കണം, നമ്മൾക്ക് ഒരു പ്രശ്നമില്ലാതെ ഇങ്ങനെ ജീവിച്ചു പോകണം, മരിച്ചു പോകണം, അത്ര തന്നെ നല്ലത് കണ്ട് നിങ്ങളെല്ലാം ചെയ്തിട്ടായിട്ട് ഞങ്ങളാണ് അതിൻ്റെ ആൾ, മുസ്ലിങ്ങളാണ് അതിൻ്റെ ആളെന്ന് ആക്കി തീർക്കാൻ നോക്കിയാൽ ഇത് എത്ര കണ്ട് മിണ്ടാണ്ടിരിക്കും? ഇപ്പോൾ ഇപ്രാവശ്യം ഇങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായ സമയത്ത് ഒരുപാട് പണ്ഡിതന്മാർക്ക് സംസാരിക്കേണ്ടി വന്നു. കാരണം വെച്ചെങ്കിൽ ഈ തട്ടുകൊട്ട് പണ്ഡിതന്മാരുണ്ടല്ലോ തലക്കെട്ട് കെട്ടിയേ, അവരെ ഈ ഫാദർമാർ പുറത്ത് ചില ആളുകളുണ്ട്, ഇതിങ്ങനെ ഈ വർഗീയം ഉണ്ടാക്കുന്നത് തോടി നടക്കുന്നത്. അവർ ഇവർക്കൊന്നും അറിയാത്തതുകൊണ്ടാണെന്ന് കൊണ്ടാണ് നമ്മളെ പണിയല്ല, നമ്മളെ പണ്ഡിതന്മാരുണ്ടല്ലോ അതിനൊന്നും നിൽക്കൂല. പക്ഷെ അവർ നിൽക്കേണ്ട സന്ദർഭം വന്നാലും ഞങ്ങളാരും നിൽക്കേണ്ടി വരില്ല. അതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അതാണ്. അവർ നിൽക്കാൻ തുടങ്ങിയാൽ ഞങ്ങൾ ആരും നിൽക്കേണ്ടി വരില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പം ആരാണ് വർഗം ഉണ്ടാക്കുന്നത് മനസ്സിലായില്ലേ? ആരാണ് വർഗം പറയുന്നുള്ളതെന്ന്? എന്നാൽ പിന്നെ അവിടെ നിന്ന് ക്രിസ്ത്യൻ സിറ്റി സ്കൂൾ നിർത്തിയ കുട്ടീനെ വീണ്ടും വേറെ ക്രിസ്ത്യൻ സിറ്റി സ്കൂൾ കൂടി ചേർക്കണം. അപ്പോൾ അതെല്ലാം നമ്മളെ ചിന്താഗതി. പക്ഷേ നിങ്ങൾ ഈ നിൽക്കുന്നതോ ഈ പറയുന്ന ആളുകൾ ഈ വർഗീയപരമായി ചിന്തിക്കുന്നത് ചില ക്രിസ്ത്യാനി ഫാദർമാരും ചില പിന്നെ സിസ്റ്റർമാരും അതുപോലെ തന്നെ ചില BJP-ൻ്റെ ആൾക്ക് പറയുന്നത് നേതാക്കന്മാർ. അപ്പോൾ അവരൊക്കെ പറയുന്നത് ശരി, മുസ്ലിങ്ങൾ പറയുന്നത് എല്ലാം വർഗീയം ആയിക്കോട്ടെ. നിങ്ങൾ അങ്ങനെയാണ് അങ്ങനെ വ്യാഖ്യാനിച്ചോ. നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ എന്തിനും എന്നെ നേരിടാനുള്ള ഒരു ഇറക്കത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല അടുത്ത് തന്നെ. അങ്ങനെ ആയിട്ട് മാറും. കാരണം മുസ്ലിങ്ങൾ സഹിച്ച് അങ്ങനെ കെട്ടുപോയി എന്നുള്ളതാണ്.
മുസ്ലിങ്ങളൊന്നും ചെയ്യുന്നില്ല. എല്ലാം ചെയ്യുന്നവർ മറ്റവർ, എന്നിട്ട് തീവ്രവാദികൾ മുസ്ലിങ്ങൾ. ഏതായാലും ഈ പറഞ്ഞതിനൊക്കെ തെറ്റുകളൊക്കെ ക്ഷമിക്കണം. കമൻറ്റ് ബോക്സിൽ എന്തൊക്കെയോ തെറി തന്നെ എഴുതുന്നുണ്ട്, അത് ഞാനൊരു പ്രശ്നം എടുക്കുന്നില്ല, നിങ്ങൾ വന്ന പോലെ ഇരിക്കോളൂ. പക്ഷേ ഇനി മുന്നെടുക്കാൻ പറ്റില്ല, അത്രയും നമുക്ക് പറയാനുണ്ട്. തെറ്റുകുട്ടികൾ ക്ഷമിക്കണം. അടുത്ത വീട്ടിൽ കാണുന്നവർക്ക് എല്ലാവർക്കും ജയ് ഹിന്ദ്, നല്ല കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. ജയ് ഹിന്ദ്.